എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോ മാത്രമല്ല, കുറച്ച് വീഡിയോകൾ, അതായത് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് രാകേഷ് ജുൻജുൻവാലയുടെ ഓഹരി വിപണി തത്വങ്ങളും സ്ട്രാറ്റജിയും കുറിച്ചാണ് കുറച്ച് വീഡിയോസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനിയും വരും എപ്പിസോഡുകളിൽ അങ്ങനത്തെ ഇതിൻ്റെ തുടർച്ചയായിട്ട് വീഡിയോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് പോക്കറ്റിൽ വെറും 5000 രൂപയും ഹൃദയത്തിൽ ഒരു കുന്നു സ്വപ്നവുമായി ബോംബെയിലൂടെ നടന്ന ഒരു ചെറുപ്പക്കാരൻ. നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമെങ്കിൽ അതായിരുന്നു തുടക്കത്തിൽ നമ്മുടെ രാകേഷ് ജുൻജുൻവാല. ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് രംഗത്ത് അദ്ദേഹത്തിൻ്റെ അവിശ്വസനീയമായ വിജയത്തിൻ്റെ കഥയോളം പ്രചോദനകരമായ മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം. 1980കളിലെ തുടക്കത്തിലാണ് രാകേഷ് ഓഹരി നിക്ഷേപത്തിൻ്റെ ലോകത്തിലേക്കുള്ള തൻ്റെ യാത്ര ആരംഭിച്ചത്. അതായത് നിശ്ചയദാർഢ്യത്തിലൂടെ, അറിവിനായുള്ള ദാഹത്തിലൂടെയും കൂടി ഓഹരികളെക്കുറിച്ചും വ്യാപാരത്തെക്കുറിച്ചും തന്നാലാവുന്നതെല്ലാം പഠിച്ചുകൊണ്ട് അദ്ദേഹം വിപണിയിലേക്ക് പ്രവേശിച്ചു. താൻ തിരഞ്ഞെടുത്ത വഴിയിൽ ഏറെ വെല്ലുവിളികളും തിരിച്ചടികളും നേരിട്ടെങ്കിലും രാകേഷ് ജുൻജുൻവാല ഒരിക്കലും തൻ്റെ ലക്ഷ്യങ്ങൾ മറന്നുപോയില്ല. അയാൾ തന്നിലും തൻ്റെ കഴിവുകളിലും വിശ്വസിച്ച് മുന്നോട്ട് പോയി. അതായത് കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും കൈമുതലായി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് വിജയം കയ്യെത്തു ദൂരത്ത് തന്നെ ഉണ്ടെന്ന് അറിയാമായിരുന്നു. അത് ആദ്യത്തെ ഓഹരി, അതായത് 1986 ടാറ്റ ടീ ഓഹരിയിൽ നിക്ഷേപം നടത്തിയതാണ് അദ്ദേഹത്തിന് വഴിത്തിരിവായത്. അതിൽ കാര്യമായ ലാഭം അദ്ദേഹം നേടിയെടുത്തു. ആ വിജയം അദ്ദേഹത്തിൻ്റെ അഭിനിവേശത്തിനു ആക്കം കൂട്ടി. ശക്തമായ വളർച്ചാ സാധ്യതയുള്ള കമ്പനികളിൽ തന്ത്രപരമായ നിക്ഷേപം നടത്താൻ ഇടയാക്കുകയും ചെയ്തു. കാലക്രമേണ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ അഭിവൃദ്ധിപ്പെട്ടു. നിക്ഷേപത്തിലുള്ള ബുള്ളിഷ് സമീപനം മൂലം അദ്ദേഹത്തിന് ഒരു പേരും കിട്ടി, അതായത് ബിഗ് ബുൾ എന്ന പേര്. അങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അവസാന കാലത്ത് ബിഗ് ബുൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ അതുകൂടാതെ ടൈറ്റാൻ, ക്രിസിൽ, ലൂബിൻ തുടങ്ങിയ കമ്പനികളിലെ അദ്ദേഹത്തിൻ്റെ നിക്ഷേപങ്ങൾ അവിശ്വസനീയമായ വിധം നേട്ടം ഉണ്ടാക്കി. ഓഹരി നിക്ഷേപം സമ്പത്തിൻ്റെയും വിജയത്തിൻ്റെയും വലിയ ഉയരങ്ങളിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. അദ്ദേഹത്തിൻ്റെ യാത്ര വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ വിപണിയിലെ ഉയർത്ത താഴ്ചകളിലും താൽക്കാലിക പരാജയങ്ങളും തിരിച്ചടികളും അയാളെ തടഞ്ഞില്ല. പകരം പരാജയങ്ങളും തിരിച്ചടികളും പുതിയ പാഠങ്ങൾ പഠിക്കാനും വളരാനുള്ള അവസരങ്ങളായി അദ്ദേഹം പ്രയോജനപ്പെടുത്തി. തിരിച്ചടികൾ എന്നെ കൂടുതൽ ബുദ്ധിമാനും കൂടുതൽ പ്രതിരോധശേഷിയുള്ളതുമായ നിക്ഷേപനാക്കി മാറ്റിയെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. എന്തൊക്കെയാണ് അദ്ദേഹം പഠിച്ച പാഠങ്ങൾ? അതെല്ലാം ലഭിച്ചാൽ നമുക്കും പ്രയോജനപ്പെടുത്തിക്കൂടെ എന്ന് ഇപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അതിനൊരു വഴി നമുക്ക് കണ്ടെത്താം. അതായത് കഠിനാധ്വാനം, നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസം എന്നിവയാൽ ഒരു മനുഷ്യന് ഏതു സ്വപ്നവും കയ്യെത്തിപ്പിടിക്കാം എന്നതാണ് ഉദാഹരണമാണ് രാകേഷ് ജുൻജുൻവാലയും അദ്ദേഹത്തിൻ്റെ നിക്ഷേപങ്ങളും അദ്ദേഹത്തിൻ്റെ ആ വളർച്ചാ സാധ്യതയും നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ പരിശ്രമിക്കാനും സത്യസന്ധത പുലർത്താനും തയ്യാറെങ്കിൽ ഒരു സ്വപ്നവും വലുതല്ലെന്ന ഒരു ലക്ഷ്യവും നിങ്ങൾ പരിശ്രമിക്കാനും സത്യസന്ധത പുലർത്താനും തയ്യാറാണെങ്കിൽ ഒരു സ്വപ്നവും വലുതല്ലെന്നും ഒരു ലക്ഷ്യവും അന്തിമമല്ലെന്നും ഉള്ള ഓർമ്മപ്പെടുത്തലുമായി അദ്ദേഹത്തിൻ്റെ കഥ ഇന്ന് നിലകൊള്ളുന്നു. നിങ്ങൾ ഒരു വെല്ലുവിളിയോ തിരിച്ചടിയോ നേരിടേണ്ടി വരുമ്പോൾ രാകേഷ് ജുൻജുൻവാലയുടെ കഥ ഓർക്കുക. നിങ്ങളെ സ്വപ്നങ്ങളെ അശ്രാന്തമായി പിന്തുടരാനും നിങ്ങൾ വിശ്വസിക്കുന്നതിന് ഒരിക്കൽ ഉപേക്ഷിക്കാതെ ഇരിക്കാനും അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര നമ്മളെ പ്രചോദിപ്പിക്കും. ഷെയർ മാർക്കറ്റ് ബിസിനസ്സിൽ നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇത് നിർത്തി നമ്മൾ വീട്ടിൽ ഇരിക്കുന്നതാണ് നല്ലത് എന്നു പറഞ്ഞു. വിപണി ഇത്ര നേട്ടം നൽകാൻ കാരണം എങ്ങനെയാണ്? പ്രതിസന്ധികളെ അദ്ദേഹം മറികടന്നത് എങ്ങനെയാണ്? ഓഹരി വിപണി ചെയ്ത് കൂടാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ്? എന്നീ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോസിലൂടെ പഠിക്കാം. അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.